നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട് ഈ 3 ടാബുകളെ പറ്റിയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളൊന്നും കാണാത്തവര് ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകൾ കണ്ടുവരിക, എന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് റഫറൻസ് ടാബിനെ പറ്റിയിട്ടാണ്. റഫറൻസ് ടാബിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ഫുട് നോട്ട് ആണ്. അപ്പോൾ ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡോക്യുമെന്റിൽ ഫുട് നോട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫുട് നോട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇൻസേർട്ട് ഫുട് നോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസേർട്ട് എൻഡ് നോട്ട് ഉണ്ട്, നെക്സ്റ്റ് ഫുട് നോട്ട് ഉണ്ട് എന്നീ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഫുട് നോട്ട്, എങ്ങനെയാണ് നമുക്ക് ഫുട് നോട്ട് ഒരു ഡോക്യുമെന്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് നമ്മുടെ ഒരു ഡോക്യുമെന്റ് ആണ്. ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നമുക്കൊരു ഫുട് നോട്ട് ആഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു, ഇവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരു ഫുട് നോട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെയാണ് നോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു നോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റഫറൻസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ഫുട് നോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ഫുട് നോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും താഴെ കണ്ടോ 1 എന്ന് വന്നു. 1 എന്ന് വന്നിട്ട് ഇവിടെ നമുക്ക് എന്താണോ അതിനെപ്പറ്റി റെഫർ ചെയ്യേണ്ടത് ആ നോട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യമേ എവിടെയാണ് മൗസ് കഴ്സർ വെച്ചത്, ഇവിടെയാണ് നമ്മൾ കഴ്സർ വെച്ചത്, എന്നിട്ടാണ് എന്ത് ചെയ്തത് ഫുട് നോട്ട് ആഡ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്തുണ്ട് 1 എന്നുണ്ട്. അപ്പൊ 1നെ പറ്റിയിട്ടുള്ള നോട്ട് നമ്മളിവിടെ താഴെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫുട് നോട്ട്. ഇനി നമുക്ക് ഇവിടെ അടുത്ത നോട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ഫുട് നോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് വന്നിട്ടുണ്ട് 2 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും നോട്ട്സ് ഉണ്ടോന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഫുട് നോട്ട്സ് ആഡ് ചെയ്യാം. ഇനി അടുത്ത ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാല് സൈറ്റേഷൻസ് ആൻഡ് ബിബ്ലിയോഗ്രഫി ആണ്. അപ്പൊ ഏതെങ്കിലും ടെക്സ്റ്റ് റെഫറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, സൈറ്റേഷൻ ഓർ ബിബ്ലിയോഗ്രഫി ആഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഞാൻ ഇൻസേർട്ട് സൈറ്റേഷൻ എന്ന് പറയുന്നത് ആഡ് ന്യൂ സോഴ്സ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു സോഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ ആഡ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഇതേപോലെ വരും. കണ്ടോ ഇവിടെ ടൈപ്പ് ഓഫ് സോഴ്സിനകത്ത് നമുക്ക് ആവശ്യമുള്ള സോഴ്സ് കൊടുക്കുക. ബുക്കാണോ അല്ലെങ്കിൽ ജേണൽ ആണോ ആർട്ടിക്കിൾ ആണോ എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത് കൊടുക്കുക. ഞാൻ ഇപ്പൊ ബുക്ക് കൊടുത്തിട്ട് ഓതറിന്റെ നെയിം, ഏതെങ്കിലും ഒരു ഓതറിന്റെ പേര് കൊടുക്കുക. അതുപോലെ തന്നെ ടൈറ്റിൽ ഉണ്ടെങ്കിൽ അതിന്റെ ടൈറ്റിൽ കൊടുക്കുക. ഇനി അതുപോലെ തന്നെ വർഷം, ഏത് വർഷം പബ്ലിഷ് ചെയ്ത ബുക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം വേണമെങ്കിൽ കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ സൈറ്റേഷൻ ഇവിടെ ആഡ് ആകും. ഏത് വർഷമാണോ നമ്മൾ എന്താണോ കൊടുത്തതെന്നുള്ളത് ഇവിടെ ആഡ് ആകും. ഇനി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സൈറ്റേഷൻ ഇൻസേർട്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ക്യാപ്ഷൻ ആണ്. എന്തെങ്കിലും ക്യാപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, ഇപ്പൊ ഒരു ഈ പിക്ചറോ ഇമേജോ ഒക്കെ ഉണ്ട്, അതിനെന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാല് അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ടും റെഫറൻസ് ടാബിനകത്ത് പറയുന്നത്. അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്നല്ല. ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫുട് നോട്ടാണ്. പിന്നെ വരുന്നത് മെയിലിങ്സ് എന്ന് പറയുന്ന ടാബാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മെയിലിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് മെയിലിങ്സ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് മെയിൽ മെർജ് അല്ലെങ്കിൽ ഒരു പേഴ്സണലൈസ്ഡ് ലെറ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിലിങ്സ് യൂസ് ചെയ്യുന്നത്. അതായത് പേഴ്സണലൈസ്ഡ് ഫോം ലെറ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിലിങ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പേഴ്സണലൈസ്ഡ് ഫോം ലെറ്റർ എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെറ്റർ നമുക്കൊരു 10ഓ 100ഓ പേർക്ക് ലെറ്റർ അയക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓരോരുത്തർക്കും ഈ എഴുതുക എന്നുള്ള കാര്യം പാടാണ്. അതായത് നമ്മുടെ ഫ്രം അഡ്രസ് നമ്മൾ എഴുതും. ലെറ്റർ എഴുതുമ്പോൾ അങ്ങനെയല്ലേ എഴുതുന്നത്, ഫ്രം എഴുതും, ടു എഴുതും, അതിനുശേഷം നമ്മുടെ മാറ്റർ വെക്കും. അപ്പൊ നമ്മുടെ ഫ്രം അഡ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കറക്റ്റ് ആണ്. ടു അഡ്രസ് എല്ലാവർക്കും വേറെ 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും 100 അഡ്രസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന മാറ്റർ എന്തായിരിക്കും, ഒരേ മാറ്റർ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് ഇതില് മാറ്റമില്ലാത്ത കാര്യങ്ങൾ അതിനെ ഒരു ഡോക്യുമെന്റ് ആക്കും. ഇനി ചേഞ്ച് ചെയ്യുന്ന പാർട്ടിനെ വേറൊരു ഡോക്യുമെന്റ് ആക്കും. എന്നിട്ട് ഈ രണ്ടിനെയും തമ്മിൽ ഒരുമിച്ച് ചേർത്ത് ഒറ്റ ലെറ്റർ ആക്കി മാറ്റും. അതിനെയാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. മെർജ് ചെയ്യുക, മെയിലിങ്സിനകത്ത് നമ്മൾ ചെയ്യുന്നത് മെയിൽ മെർജ് ആണ്. അപ്പൊ മെർജ് ചെയ്യുക, എങ്ങനെയാണ് മെർജ് ചെയ്യുന്നത്? അപ്പോൾ ഇതിൽ മെയിനായിട്ടും പറയേണ്ട 2 കാര്യങ്ങളാണ്.
ഈ ഒരു പേഴ്സണലൈസ്ഡ് ലെറ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന് മെയിൻ ഡോക്യുമെന്റും ഒന്ന് ഡേറ്റ സോഴ്സും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പല എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. മെയിൻ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാല് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ദാറ്റ് ഡസ് നോട്ട് ചേഞ്ച് ചെയ്യാത്ത ഇൻഫർമേഷനെയാണ് മെയിൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ലെറ്റർ ആണെങ്കിൽ അതിൽ ഫ്രം അഡ്രസ് നമുക്ക് ചേഞ്ച് ചെയ്യണ്ട. എത്ര ലെറ്റർ ഉണ്ടോ, എത്ര പേർക്ക് അയക്കുന്നോ അത്രയും പേർക്ക് അയക്കുമ്പോഴും നമ്മൾ ഒരാളല്ലേ അയക്കുന്നത്, അയാളുടെ ഫ്രം അഡ്രസ് മാറുന്നില്ലല്ലോ, അപ്പൊ അത് ചേഞ്ച് ആവത്തില്ല. പിന്നെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു മാറ്റർ അതെന്താവത്തില്ല, ചേഞ്ച് ആവത്തില്ല. അപ്പൊ ഇങ്ങനെ ചേഞ്ച് ചെയ്യാത്ത പാർട്ടിനെ മെയിൻ ഡോക്യുമെന്റ് എന്നും. ഇനി ഡേറ്റ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 100 ഫ്രണ്ട്സിന് നമ്മൾ അയക്കുന്നു എന്ന് വെച്ചാല് 100 പേർക്കും 100 അഡ്രസ് ആയിരിക്കും. അപ്പൊ എന്താ, അതിൽ വരുന്ന ലിസ്റ്റ് ഓഫ് നെയിംസ് ആൻഡ് അഡ്രസ് എന്ന് പറയുന്നത് ഡിഫറന്റ് ആണ്. അതിനെയാണ് ഡേറ്റ സോഴ്സ് എന്ന് പറയുന്നത്. ഇതും ചോദിച്ചിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് നെയിംസ് ആൻഡ് അഡ്രസ്സിനെ പറയുന്ന പേരെന്താണ്, ഡേറ്റ സോഴ്സ്. മെയിൻ ഡോക്യുമെന്റിനെയും ഡേറ്റ സോഴ്സിനെയും തമ്മിൽ ഒന്നിച്ചു ചേർക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് മെയിൽ മെർജ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് മെയിൽ മെർജ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ റഫായിട്ടുള്ള ഒരു പേജ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ മെയിൽ മെർജ് ചെയ്യുന്നതെന്ന്. ഇപ്പൊ നോക്കിയേ, ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ഒരു ലെറ്റർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ചുമ്മാ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഫ്രം അഡ്രസ് കൊടുത്തിട്ടുണ്ട്. ഫ്രമിൽ ഞാനൊരു അഡ്രസ്, ഒരു നെയിം ആൻഡ് അഡ്രസ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ടൂവില് നമ്മൾ ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ ഹായ്, ഇവിടെ ഒരു മാറ്റർ എഴുതിയിട്ടുണ്ട്. നമുക്ക് മെയിൽ മെർജ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മെയിലിംഗ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയ 2 ഓപ്ഷൻസ് ഉണ്ട്, എൻവലപ്സ് ആൻഡ് ലേബൽസ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാം, മെയിലിംഗ്സ് വഴി എൻവലപ്പും ലേബൽസും ക്രിയേറ്റ് ചെയ്യാം. ഇനി മെയിൽ മെർജിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ സ്റ്റാർട്ട് മെയിൽ മെർജ്. അപ്പൊ നമ്മൾ ആദ്യമേ ഇവിടെ എന്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, മെയിൻ ഡോക്യുമെന്റ്. അതായത് ഈ ഡോക്യുമെന്റിൽ മാറ്റമില്ലാത്ത പാർട്ട്, അതായത് ഫ്രമിന് മാറ്റമില്ല. ടൂവില് നമ്മൾ 2 അഡ്രസ് കൊടുത്തിട്ടില്ല. അതിനുശേഷം നമ്മുടെ മാറ്റർ, അത് മാറ്റമില്ല. അപ്പം നമ്മൾ മാറ്റമില്ലാത്ത പാർട്ടായ മെയിൻ ഡോക്യുമെന്റ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഡേറ്റ സോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡേറ്റ സോഴ്സ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം മെയിൻ ഡോക്യുമെന്റിനെയും ഡേറ്റ സോഴ്സിനെയും നമ്മൾ കമ്പൈൻ ചെയ്യും. അപ്പൊ നോക്കി, നമ്മളിവിടെ സ്റ്റാർട്ട് മെയിൽ മെർജിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് മെയിൽ മെർജിൽ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. ലെറ്റേഴ്സ്, ഇമെയിൽ, എൻവലപ്പ്, ലേബല്, ഡയറക്ടറി. ഈ 5 ഓപ്ഷൻസ് ഓർത്തിരിക്കണം. മെയിൽ മെർജിലുള്ള ഓപ്ഷൻസ് ലെറ്റേഴ്സ്, ഇമെയിൽ, എൻവലപ്പ്, ലേബല്, ഡയറക്ടറി. ഇത്രയുമാണ്. നമ്മൾ ലെറ്റർ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇനി നമുക്ക് 2 അഡ്രസ് ആണല്ലോ വേണ്ടത്. അപ്പൊ ആർക്കൊക്കെയാണ് അയക്കേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് റെസിപ്പിയന്റിന്റെ ഇതിൽ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടൈപ്പ് ന്യൂ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടൈപ്പ് ന്യൂ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഈ ഡയലോഗ് ബോക്സിൽ നിങ്ങൾക്ക് അറിയാം 2 ഫീൽഡിൽ വേണ്ട ഒരുപാട്, ഇവിടെ കണ്ടോ, ടൈറ്റില്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കമ്പനി നെയിം. ഇതുപോലെ നമുക്ക് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സിറ്റി, സ്റ്റേറ്റ്, അങ്ങനെ ഒരുപാട് ഫീൽഡുകളുണ്ട്. അപ്പൊ ഇതിൽ ആവശ്യമുള്ള ഫീൽഡുകൾ മാത്രം നമ്മൾ യൂസ് ചെയ്യുക. ഇതിൽ ന്യൂ എൻട്രി ഓപ്ഷൻ ഉണ്ട്, ഫൈൻഡ് ഉണ്ട്, ഡിലീറ്റ് എൻട്രി ഉണ്ട്, കസ്റ്റമൈസ് കോളം ഉണ്ട്. അപ്പൊ നമുക്കിതില് ഒത്തിരി കോളം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ 2 ഫീൽഡിൽ ഏതൊക്കെ കോളം വേണോ അത് മാത്രം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമൈസ് കോളം കൊടുക്കും. കസ്റ്റമൈസ് കോളം എടുത്തിട്ട് ഇതിപ്പോ വേണ്ടാത്തതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇപ്പൊ എനിക്ക് ടൈറ്റിൽ വേണ്ട, ഞാൻ എന്ത് ചെയ്തു, അത് ഡിലീറ്റ് ചെയ്തു. ഇനി ഫസ്റ്റ് നെയിം കിടന്നോട്ടെ, ലാസ്റ്റ് നെയിം വേണ്ട, ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. അതുപോലെ നമുക്ക് വേണ്ടാത്തതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ ഇതിനകത്ത് വേണ്ടാത്ത ഫീൽഡുകളെല്ലാം ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഏതെങ്കിലും ഇതിനകത്തുള്ള, ഇതിപ്പോ ഞാൻ ഫസ്റ്റ് നെയിം, അഡ്രസ് ലൈൻ 1, സിറ്റി, ഇത് 3 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് പിൻകോഡ് കൂടി കൊടുക്കാം. അപ്പൊ ഞാൻ ആഡ് എന്ന് കൊടുത്തിട്ട് പിന്നെന്ന് അടിച്ചു കൊടുത്തു. പിന്നെന്ന് അടിച്ചെടുത്തിട്ട് ഓക്കെ കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് വന്നു, പിൻകോഡ് വന്നു. ഇനി ഇത് ഏതെങ്കിലും നമുക്ക് റീനെയിം ചെയ്യണമെങ്കിൽ, ഇപ്പൊ അഡ്രസ് ലൈൻ 1 മാറ്റി, എനിക്ക് റീനെയിം ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക, റീനെയിമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് കൊടുത്തു, അഡ്രസ് എന്ന് മാത്രം കൊടുത്തു. അതിനുശേഷം നമുക്ക് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തുമ്പോൾ 4 ഫീൽഡാണ്, ഫസ്റ്റ് നെയിം, അഡ്രസ്, സിറ്റി, പിൻ, ഇത്രയാണ് വന്നേക്കുന്നത്. ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇവിടെ നമ്മുടെ ആവശ്യമുള്ള 4 ഫീൽഡ് മാത്രം വന്നു. ഇനി ഞാൻ പേര് ടൈപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് കൊടുക്കുക. എ എന്നൊരാളുടെ പേര് കൊടുത്തു, അയാളുടെ ഒരു അഡ്രസ്സ് കൊടുത്തു, സിറ്റി കൊടുത്തു, പിൻ നമ്പർ കൊടുത്തു. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ എൻട്രിയിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ആളുടെ പേര് വരും. അപ്പൊ ഞാൻ അയാളുടെ പേര് ബി എന്ന് കൊടുത്തു.
ആദ്യത്തെ ഫീൽഡ് നെയിമിന്റെ അവിടെ വെക്കുക. നെയിമിന്റെ അവിടെ വെച്ചതിന് ശേഷം ഞാൻ അയാളുടെ പേര് BB എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അയാളുടെ അഡ്രസ്സ് കൊടുത്തു, സിറ്റി കൊടുത്തു, പിൻ നമ്പർ കൊടുത്തു. ഇനി ഒരാളെ കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. നമുക്ക് ടാബ്, കീബോർഡിലെ ടാബ് കീ യൂസ് ചെയ്ത് നമ്മൾ ഒരു ടേബിളിലെ അടുത്ത റോയിൽ പോകുമല്ലോ, അതുപോലെ നമുക്ക് ഇതിലും കൊടുക്കാം. ഇനി അടുത്ത് ഞാൻ CC എന്ന് കൊടുത്തു. എന്ത് ചെയ്തു, അടുത്ത ആളുടെ അഡ്രസ്സ് കൊടുത്തു, സിറ്റി കൊടുത്തു, അയാളുടെ പിൻകോഡും കൊടുത്തു. അപ്പം ഈ 3 പേരെയാണ് ഞാൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 പേർക്കാണ് ഞാനിപ്പോ ലെറ്റർ അയക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് എത്ര പേരുടെ വേണമെങ്കിലും, ഇപ്പൊ 100 പേരുടെ 50 പേരുടെ എത്ര പേരുടെ വേണമെങ്കിലും അഡ്രസ്സ് നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഓക്കെ കൊടുത്തു. ഇതാണ് ഡേറ്റ സോഴ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ സേവ് ചെയ്യാൻ പോവുകയാണ്. ഡേറ്റ സോഴ്സിനെ സേവ് ചെയ്തതിന് ശേഷം ആ ഡേറ്റ സോഴ്സിനെ നമ്മുടെ മെയിൻ ഡോക്യുമെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് മെയിൽ മെർജ് കംപ്ലീറ്റ് ആകുന്നത്. നമുക്ക് സേവ് ചെയ്യാം. ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തപ്പോൾ കണ്ടോ, ഡേറ്റ സോഴ്സ് സേവ് ചെയ്യാൻ, സേവ് അഡ്രസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ടോ. ഡേറ്റ സോഴ്സ് സേവ് ചെയ്യാനുള്ള ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫയൽ നെയിം കൊടുത്തിട്ട് ഇതിനെ സേവ് ചെയ്യാം. ഞാൻ ഇപ്പോ AZX എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. അതിനുശേഷം ഡേറ്റ സോഴ്സിനെ സേവ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഡേറ്റ സോഴ്സ് സേവ് ആയി. ഇനിയിപ്പോൾ നമ്മുടെ ഡേറ്റ സോഴ്സിനെ നമ്മുടെ മെയിൻ ഡോക്യുമെന്റിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 2 ഫീൽഡിൽ വെക്കുക. 2 ഫീൽഡിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ കണ്ടോ എഡിറ്റ് റെസിപ്പിയൻ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ എഡിറ്റ് റെസിപ്പിയൻ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിപ്പോ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലിസ്റ്റിനെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഈ എഡിറ്റ് റെസിപ്പിയൻ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് എഡിറ്റ് ഒന്നും വരുത്തേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, നമുക്കിപ്പോ ഇൻസേർട്ട് ചെയ്യാം. ഈ 2 ഫീൽഡിലാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഡേറ്റ സോഴ്സ് ക്രിയേറ്റ് ചെയ്തു, അത് സേവ് ചെയ്തു. ഇനി അതിനെ നമ്മുടെ ഈ ഒരു മെയിൻ ഡോക്യുമെന്റിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് ഇവിടെ റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ് കണ്ടോ, ഇതിനകത്ത് ഇൻസേർട്ട് മെർജ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, ഫസ്റ്റ് നെയിം, അഡ്രസ്സ്, സിറ്റി, പിൻ. അപ്പൊ ഇത് 4 ഉണ്ട്. നമുക്ക് ആദ്യമേ എന്താ വേണ്ടേ, ഫസ്റ്റ് നെയിം കൊടുക്കുക. ഫസ്റ്റ് നെയിം കൊടുക്കുമ്പോൾ കണ്ടോ മെർജ് ഫീൽഡ് ഫസ്റ്റ് നെയിം എന്ന് ഇവിടെ വരുന്നുണ്ട്. ഇനി അതിനുശേഷം എൻ്റർ അടിക്കുക. അതിനുശേഷം അടുത്ത ഫീൽഡ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അടുത്ത അഡ്രസ്സാണ്, അഡ്രസ്സ് കൊടുത്തു. അടുത്തെന്ന് പറഞ്ഞാല് അടുത്ത ഫീൽഡ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അടുത്ത ഫീൽഡ് എന്ന് പറയുന്നത് സിറ്റി ആണ്, സിറ്റി കൊടുത്തു. അതിനുശേഷം നമ്മൾ എൻ്റർ അടിച്ചു. താഴെ വരാൻ വേണ്ടിയിട്ടാണ് എൻ്റർ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അടുത്ത ഫീൽഡ് ആയിട്ടുള്ള പിൻ കൊടുത്തു. അപ്പം ഇങ്ങനെ 4 ഫീൽഡ് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് ഫിനിഷ് ആൻഡ് മെർജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഇനി കറണ്ട് റെക്കോർഡ്, അതായത് ഇപ്പം നമ്മൾ 100 പേരൊക്കെ ഉണ്ട്, 1 മുതൽ 50 പേരുടെ മാത്രം കൊടുത്താൽ മതി അഡ്രസ് എങ്കിൽ അത് നമ്പർ ഇവിടെ 1 to 50 കൊടുക്കുക. നമ്മൾ 3 പേരുടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഓള് കൊടുത്തു. ശേഷം ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കണ്ടോ ഇതുപോലെ ഒരു ലെറ്റർ ക്രിയേറ്റ് ആകും. അപ്പൊ നമ്മൾ ആദ്യമേ തയ്യാറാക്കിയത് ഈ ലെറ്റർ ആയിരുന്നു. അതിനുശേഷം മെർജ് ആയി വന്നതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. ഇവിടെ നോക്കി, ഇവിടെ ഫ്രം അഡ്രസ് നമ്മൾ കൊടുത്ത അഡ്രസ് ഉണ്ട്. 2ന്റെ ഫീൽഡിൽ എന്താണ്, എ എന്ന് പറയുന്ന ആദ്യത്തെ ആളുടെ അഡ്രസ്, നമ്മുടെ മാറ്റർ അത് തന്നെയാണ്. ഇനി അടുത്ത പേജ് നോക്കിയേ, ഇവിടെ എന്താണ്, ഫ്രം നമ്മുടെ അഡ്രസ് തന്നെയാണ്. 2 എന്ന് പറയുന്ന ഫീൽഡിൽ BB എന്ന് പറയുന്ന ആളുടെ അഡ്രസ് വന്നു, മാറ്റർ അത് തന്നെയാണ്. അടുത്ത 3ാമത്തെ പേജിൽ ഫ്രം അഡ്രസ് നമ്മുടെ കറക്റ്റ് ആയിട്ട് തന്നെയാണ്. 2 എന്ന് പറയുന്ന ഫീൽഡിൽ CC എന്ന് പറയുന്ന ആളുടെ അഡ്രസ് വന്നു, മാറ്റർ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, ആദ്യമേ മെയിൻ ഡോക്യുമെന്റ്, മറ്റേത് എടുത്തു നോക്കിയേ, ഇതാണ് നമ്മുടെ മെയിൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഡോക്യുമെന്റ്, ഒരു പേജ് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ ഫ്രെമും. അതായത് മെയിൻ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തു, മാറ്റമില്ലാത്ത പാർട്ട് ആദ്യമേ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഡേറ്റ സോഴ്സ് ക്രിയേറ്റ് ചെയ്ത് നമ്മളത് സേവ് ചെയ്തു. അതിനുശേഷം ആ ഡേറ്റ സോഴ്സിനെ ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ കൊടുത്ത ഫസ്റ്റ് നെയിം, അഡ്രസ്സും, സിറ്റി ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ മെർജ് ചെയ്തപ്പോൾ, ഫിനിഷ് ആൻഡ് മെർജ് കൊടുത്ത് നമ്മൾ മെർജ് ചെയ്തപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയത്, ആ മെർജ് ചെയ്ത ഡോക്യുമെന്റ്, അതായത് ഒരെണ്ണത്തിന് പകരം എത്ര എണ്ണം കിട്ടി നമുക്ക്, ലെറ്റർ, 3 ലെറ്റർ. നമ്മൾ 3 പേരുടെ അഡ്രസ്സ് 2 വെച്ചിട്ടുള്ള, 2വിൽ 3 പേരുടെ അഡ്രസ്സ് വെച്ചിട്ടുള്ള 3 ലെറ്റേഴ്സ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് മെയിലിങ്സ് അല്ലെങ്കിൽ മെയിൽ മെർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതെന്ന് പറയുന്നത് മെയിലിങ്സ് വരെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്,
പേജ് ലേഔട്ട്, റെഫറൻസ് ആൻഡ് മെയിലിംഗ്സ് വരെയാണ് പഠിച്ചത്. ഇനി നമുക്ക് വ്യൂ ടാബും വ്യൂ ടാബും കൂടെയാണ് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട ക്വിസുകള്, അതുപോലെ തന്നെ PDF നോട്ട്സ് ഒക്കെ ആവശ്യമുള്ളവര് നമ്മുടെ ടെലഗ്രാം ചാനലായ മാസ്റ്ററിംഗ് എഡ്യൂടെക്കിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിലും ടെലഗ്രാം ചാനലിന്റെ ലിങ്കുകളുണ്ട്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്